സത്യത്തിന് വേണ്ടി അടിയുറച്ചു നിൽക്കുന്നത്, ജീവിതത്തിൽ ഉന്നത ലക്ഷ്യം മുഫാത്താകുമ്പോൾ പോലും, മരണം കാണുമ്പോൾ പോലും ഫുറയ്യയിലേക്ക് നോക്കി അള്ളാഹുവിന്റെ റസൂലിനെ പോയി നോക്കണേ, ഞാൻ മരിക്കുകയാണ്, 70ഓളം വെട്ടേറ്റുകൊണ്ട് മരിക്കുകയാണ്, എന്നാലും അള്ളാഹുവിന്റെ റസൂലിന് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ലെന്ന് സ്വന്തം നാട്ടുകാരെ ഉപദേശിച്ചു കൊടുത്ത മഹാനായ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. രാജാവിന്റെ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും അലി റളിയല്ലാഹു അൻഹുവിനെ കളിയാക്കാൻ, അലി തങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചതിന് ശക്തമായ മറുപടി കൊടുത്ത അല്ലാമത്തു സുഹ്രി റളിയല്ലാഹു അൻഹു. വലിയ മാതൃകകളാണ് ഇതൊക്കെ. ഉസ്മാൻ തങ്ങളെ ചീത്ത പറഞ്ഞ മുതലാളിയോട് വായടപ്പൻ മറുപടി കൊടുത്ത മഹാനായ അല്ലാമ അബൂ ഹനീഫത്തു നുഅ്മാൻ റളിയല്ലാഹു അൻഹു. എന്താണ് ഈ വ്യക്തിത്വങ്ങളൊക്കെ? ജീവിക്കുന്നത് എന്തിന്? ധർമ്മം സ്ഥാപിക്കാൻ. ജീവിക്കുന്നത് എന്തിന്? ലോകത്ത് സമാധാനം പുലരാൻ. ജീവിക്കുന്നത് എന്തിന്? ലോകത്ത് അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ. ജീവിക്കുന്നത് എന്തിന്? അള്ളാഹുവിന് സമർപ്പിതമായൊരു ജീവിതം കൊണ്ടുപോകാൻ. ഇതിനു വേണ്ടി, ആ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ജീവിച്ച ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. മറുഭാഗത്തുണ്ട് വക്കിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളെയും കാണാൻ പറ്റും. വക്കിൽ നിൽക്കുക എന്ന് പറയും, എഡ്ജിലാണ്, എപ്പോഴും വീണുപോയേക്കാം. നിസ്കാരമൊക്കെ തുടങ്ങിയിട്ട്, റമളാനിലൊക്കെ നിസ്കാരം തുടങ്ങി, ഉഷാറായിട്ട് ഇനി ജീവിതകാലം മുഴുവൻ നിസ്കരിക്കുമെന്നൊക്കെ തീരുമാനിച്ചു. പെരുന്നാൾ നിസ്കാരത്തിനുണ്ട് ചെരുപ്പാരൊക്കെ കൊണ്ടുപോയി, ഞാൻ പള്ളിക്ക് വരൂല, അവിടെ നിർത്തി. ഉദാഹരണം പറയാം, എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കാണുമ്പോഴേക്കേ ഇനി ഞാനില്ല. ചെറിയ വിഷയത്തിൽ അള്ളാഹുവിനോട് പിണങ്ങിപ്പോകുന്നവർ, നന്മയാണെങ്കിൽ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളാണെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ കൂടെയുണ്ടെന്ന് പറയുകയും, പരീക്ഷണങ്ങൾ വരികയാണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടുകയും ചെയ്യുന്നവർ. വക്കിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയാവല്ലേ, ഉറച്ചു നിൽക്കണം. وضرب الله مثلا كلمة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها. മുസ്ലിമായ മനുഷ്യന്റെയും സത്യവിശ്വാസിയുടെയും സത്യവചനത്തിന്റെയും ഉദാഹരണം ഭൂമിയിലേക്ക് ആണ്ടുപൂണ്ട് കിടക്കുന്ന വേരുകളുള്ള ഒരു വൃക്ഷം പോലെ, കടപുഴകി വീഴാത്ത, കൊടുങ്കാറ്റടിച്ചാലും മറിഞ്ഞു വീഴാത്ത, എന്നാൽ ആകാശത്തേക്ക് തണൽ വിരിഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളുള്ള, ശിഖരങ്ങളുള്ള ഒരു തണല് മാത്രമല്ല, അതിൽ നിന്ന് പഴവർഗ്ഗങ്ങൾ ലഭിക്കുന്നു. കുല്ലഹീൻ, ത്രൂ ഔട്ട് ദി ഇയർ, കൊല്ലത്തിലൊരിക്കൽ കായ്ക്കുന്ന മരങ്ങൾ കാണും. ഇതങ്ങനെയല്ല, കൊല്ലം മുഴുവനും ഫലം തരുന്ന മരം. ബിഇദ്നി റബ്ബിഹാ, അത് അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടെ നടക്കുന്നതാണ്. അങ്ങനെയാണ് സത്യവിശ്വാസിയുടെ സത്യവചനത്തിന്റെ ഉദാഹരണമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സത്യവിശ്വാസി ഉറച്ചു നിൽക്കുന്നവരാണ്. ഇടറിപ്പോവരുത്. രോഗം വന്നാലും വിഷമം വന്നാലും ഞാൻ അല്ലാഹുവിന്റെ കൂടെയാണ്, എപ്പോഴും റബ്ബിന്റെ കൂടെ. ഗസാനികളുടെ രാജാവ് വരുന്നു. നബി തങ്ങളുടെ കാലശേഷം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക്. ഗസാൻ എന്നത് സൗദി അറേബ്യയുടെ, ഇന്നത്തെ സൗദി അറേബ്യയുടെ നോർത്ത് വെസ്റ്റിലേക്ക് പോയാൽ, നോർത്ത് വെസ്റ്റിന്റെ ഭാഗത്തുള്ള ഒരുപാട് ട്രൈബുകൾ താമസിച്ചിരുന്ന ഒരിടമുണ്ട്. ഗസാനികളാണ് അവരുടെ പ്രഗത്ഭന്മാർ. അവരുടെ രാജാവുണ്ട് ജബല ഇബ്നു ഐഹം, ജബലത്ത് ഇബ്നു ഐഹം എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു രാജാവ് മുസ്ലിമായി എന്നറിയിക്കാൻ മദീനയിലേക്ക് വരുന്നു. എങ്ങനെയാ വരുന്നെന്നറിയോ? 500 കുതിരപ്പുറത്ത്. 500 കുതിരപ്പുറത്ത്. ഓരോ കുതിരയുടെയും നെറ്റിയിൽ സ്വർണത്തിന്റെ നെറ്റിപ്പട്ടമുണ്ട്. 500 ആളുകളും യൂണിഫോം ധരിച്ചിട്ടുണ്ട്, പ്രത്യേകമായ വസ്ത്രം. ഇവിടെ കണ്ടോ പുതിയാപ്പിളാരപ്പോ? പുതിയാപ്പിളയുടെ അതേ ഡ്രസ്സ് ഇടുന്ന 25 ആള് വേറെ അല്ലേ? ഇത്ര കൺഫ്യൂഷൻ ആയി പോകുന്നില്ല, ആരാ പുതിയാപ്പിളാന്നല്ലേ? ഒരേ ഡ്രസ്സിൽ 500 ആളുകൾ, 500 കുതിരപ്പുറത്ത്, 500 വാഹനം, ഒരു 500 കാറ്, 500 ഇന്നോവ എന്നൊക്കെ വിചാരിച്ചു മദീനയിലേക്ക് വരിക. എങ്ങനെ? രാജാവിന്റെ ഇസ്ലാമാശ്ലേഷണം പ്രഖ്യാപിക്കാൻ. ആരോട്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട്. ഞാൻ മുസ്ലിം ആവുകയാണെന്ന് അറിയിക്കാൻ ഗസാനികളുടെ രാജാവ് വരികയാണ് മദീനയിലേക്ക്. 500 കുതിരപ്പുറത്ത്, 500 യോദ്ധാക്കൾ ഒരേ യൂണിഫോം ധരിച്ച്, കുതിരകളുടെ നെറ്റിയിൽ സ്വർണത്തിന്റെ നെറ്റിപ്പട്ടം.
സ്വർണം പൂശിയതല്ല എന്നാ, സ്വർണത്തിന്റെ അത്രയും ഗംഭീരമായ വരവേൽപ്പ് മദീനയിൽ വന്നു. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ സ്വീകരിച്ചു. അമൃതങ്ങൾ ചൊല്ലിക്കൊടുത്തു. ചൊല്ലിക്കോളൂ ജബല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കലിമ ചൊല്ലി മുസ്ലിമായി. അമൃതങ്ങൾ ചോദിച്ചു, ജബല, ഞങ്ങൾ ഹജ്ജിന് പുറപ്പെടുകയാണ്, കൂടെ വരുന്നോ? മക്കയിലേക്ക് വരുന്നോ? ഞങ്ങൾ ഹജ്ജിന് പോവാണ്. ഓക്കെ, ഞാനും വരുന്നു. എന്നാ പോകാം. അത് ഇസ്ലാമിന്റെ 5ാമത്തെ കർമ്മമാണ്. ഇസ്ലാമിക കാര്യങ്ങളിൽ അവസാനത്തേതാണ് ഹജ്ജ്. അല്ലാഹു ഹജ്ജിന് നിയ്യത്ത് ചെയ്ത ആളുകൾക്കൊക്കെ അല്ലാഹു അത് വളരെ എളുപ്പമാക്കി കൊടുക്കട്ടെ. ആമീൻ. ഹജ്ജിന് ഒരാൾക്ക് സൗകര്യമുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരുന്നാൽ ഫൽയമുത് നസ്റാനിയൻ ഔ യഹൂദിയ, ജൂതനോ ക്രിസ്ത്യാനിയോ ആയിട്ടാണ് അവർ മരിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജബലത്ത് ഇബ്രാഹിമുമായി മദീനയിൽ നിന്ന് 500 കിലോമീറ്റർ അപ്പുറത്തേക്ക് മക്കയിലേക്ക് പോകുന്നു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം രാജാവാണ്. പാവരും അദ്ദേഹത്തിന് ഇസ്ലാമിൽ രാജാവും പ്രജയും ഒന്നാണ്. അതൊന്നും അദ്ദേഹത്തിന് അങ്ങ് ഓടിയിട്ടില്ല. അദ്ദേഹം എപ്പോഴും ഞാനൊരു സുപ്പീരിയറാണ്, ബാക്കിയുള്ളവരൊക്കെ ഇൻഫീരിയറാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മനോഗതിയാണ്. ഇസ്ലാമിൽ എല്ലാം ഒരുപോലെയല്ലേ? എല്ലാവരും ഒരുപോലെ. एक ही सफ में खड़े हो गए महमूदो अयाज, न कोई बंदा रहा न कोई बंदा नवाज. രാജാവും പ്രജയും ഒരുപോലെ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മൾ നിസ്കരിക്കുന്നത്. एक ही सफ में खड़े हो गए महमूदो अयाज. മഹ്മൂദ് ഗസ്നവിയും അയാളുടെ പരിചാരകനായ അടിമയായ അയാസും ഒരേ സഫിലാണ് അണിനിരന്നിരിക്കുന്നത്. നകോയി ബന്ദാ രഹാ നകോയി ബന്ദാ നവാസ്. അതിൽ അടിമയെന്നോ അടിമയ്ക്ക് ഉടമയെന്നോ വ്യത്യാസമില്ല എന്ന ഇസ്ലാമിന്റെ മഹിതമായ ദർശനം ലോകത്തെ പഠിപ്പിക്കാൻ അവസരം കിട്ടുകയാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്. മക്കയിൽ ചെന്ന് തവാഫ് നടന്നുകൊണ്ടിരിക്കുന്നു, കഅബക്ക് ചുറ്റുമുള്ള തവാഫ്. തവാഫ് നടക്കുമ്പോ ഈ മനുഷ്യന്റെ വിലപിടിപ്പേറിയ വസ്ത്രത്തിൽ അന്നത്തെ ഒരു ഫസാരിക്കാരനായ ഒരു അറാബി അയാളുടെ വസ്ത്രത്തിൽ അങ്ങ് ചവിട്ടിയത് പരമാർത്ഥം ഫസാരിയായ മനുഷ്യന്റെ മുഖത്തെ കടിച്ചു. ജബലത്ത് ഇബ്രാഹിം തന്റെ കൈകൊണ്ട് മുഖത്ത് മൂക്കിന് മുറിവായി, മൂക്കിൽ നിന്ന് ചോര വന്നു. ഫസാരിയായ ചെറുപ്പക്കാരൻ ഉമർ തങ്ങളോട് വന്ന് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ. മക്കയിലെ ഹറമിലാ സംഭവം. തവാഫിങ്ങ നടക്കുമ്പോ തിക്കുന്നിരക്കൊക്കെ ഉണ്ടാവില്ലേ, ഡ്രസ്സിലങ്ങ് ചവിട്ടിയത് പരമാർത്ഥ ഒരൊറ്റടി. അമീറുൽ മുഅ്മിനീൻ ലഖദ് ളലമനി ലതമനി ജബല, ജബല എന്നെ അടിച്ചിരിക്കുന്നു അമീറുൽ മുഅ്മിനീൻ. എന്തിന്? ഞാൻ അയാളുടെ വസ്ത്രത്തിൽ അറിയാതെ ചവിട്ടിപ്പോയി, എന്റെ മൂക്ക് മുറിഞ്ഞിരിക്കുന്നു. ഉമർ തങ്ങൾ വിളിച്ചു, ജബല തആൽ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. വലിയ രാജാവല്ലേ, നിങ്ങൾ എന്താ അയാളെ ചെയ്തത്? അമീറുൽ മുഅ്മിനീൻ അയാൾ എന്റെ വിലപിടിപ്പുള്ള വസ്ത്രത്തിൽ ചവിട്ടി, മനഃപൂർവ്വം ചവിട്ടി. മനഃപൂർവ്വമല്ലല്ലോ, മനഃപൂർവ്വം ചവിട്ടി. എന്നിട്ട് ഞാൻ അടിച്ചു, ലതംതുഹു, ഞാൻ മുഖത്തടിച്ചു. ലൗലാ ഹുർമതു ബൈത്തില്ലാഹ് ലദറബ്തു ബിസ്സൈഫി ബൈന ഐനൈ. കഅബാലയത്തിന്റെ മുമ്പിലായി പോയി, ഇല്ലായിരുന്നുവെങ്കിൽ 2 കണ്ണുകൾക്കിടയിൽ ഞാൻ വാളുകൊണ്ട് വെട്ടുമായിരുന്നു എന്ന് ജബലയുടെ അഹങ്കാരത്തിന്റെ സ്വരം. റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജബല ഇമ്മാ അൻ തുർദിയ വ ഇമ്മാ അൻ നഖ്തസ്സ മിൻക. ജബല, ഈ മനുഷ്യനെ നിങ്ങൾ സന്തോഷിപ്പിക്കണം, പൊരുത്തപ്പെടിക്കണം, അല്ലെങ്കിൽ ഇയാളുടെ മൂക്ക് നിങ്ങൾ അടിച്ചു പൊട്ടിച്ച പോലെ തിരിച്ചിയാളോട് നിങ്ങളുടെ മൂക്ക് പൊട്ടിക്കാൻ ഞാൻ ഖിസാസിന് അനുമതി കൊടുക്കും, ഉത്തരവ് കൊടുക്കും. ജബല പറയുന്നു, കൈഫ വ അനൽ മലിക് വ ഹാദാ സൂഖ. ഇങ്ങനെയാണോ ഉമറേ? ഞാൻ രാജാവും ഇയാൾ ഒരു അങ്ങാടി ചെറുക്കനല്ലേ? സൂഖ സാധാരണക്കാരനല്ലേ? ഇയാൾ സാധാരണക്കാരനും ഞാൻ രാജാവുമല്ലേ? ഉമർ തങ്ങൾ മറുപടി കൊടുത്തു, ജബല ലഖദ് സവ്വൽ ഇസ്ലാമു ബൈനകുമാ. മുസ്ലിമായതിന്റെ ശേഷം ഇസ്ലാം നിങ്ങളെ 2 പേരെയും ഒരുമിച്ച് നിർത്തിയിരിക്കുന്ന വ്യത്യാസമില്ല. രാജാവിന് അധികാരമുണ്ട്, പക്ഷേ അള്ളാഹുവിന്റെ കണ്ണിൽ നിങ്ങൾ 2 പേരും ഒരുപോലെയാണ്. അള്ളാഹുവിന്റെ നിയമം 2 പേർക്കും ഒരുപോലെ ബാധകമാണ്. നകോയി ബന്ദാ രഹാ നകോയി ബന്ദാ നവാസ്. ജബലക്കത് പിടിച്ചില്ല, ഇസ്ലാമിലേക്ക് വന്നതേ ഉള്ളൂ. വമിൻഹും മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്. വക്കിൽ നിൽക്കുന്ന വിശ്വാസികളുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു.
പെട്ടെന്ന് താഴ് വീഴും അവര്. ജബല താഴ് വീഴാൻ പോകുന്നു, കാലുകൾ ഉറച്ചിട്ടില്ല. ആണ്ടുപൂണ്ട് ഭൂമിയിലേക്ക് കിടക്കുന്ന വടാവൃക്ഷം പോലെയല്ല, വേരുകളില്ലാതെ പൊന്തി വന്നത്. അത് തകർന്നു വീഴും, കാറ്റടിച്ചാൽ തകർന്നടിയും. ജബലത്ത് ബുനൈഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എന്നോട് പ്രതികാരമെടുക്കുമെന്നും ഇല്ലെങ്കിൽ ഞാൻ ഇയാളോട് പൊരുത്തപ്പെടിക്കണമെന്നോ? എനിക്ക് സമയം തരണം. ആട്ടെ, എത്ര സമയം വേണം? ഒരു ദിവസം. ഓക്കെ, നാളെയാവാം. ഓക്കെ, നാളെ. അന്ന് രാത്രിക്ക് രാത്രി മക്കയിൽ നിന്ന് ഇയാൾ സ്ഥലം വിട്ടു. ഹജ്ജും പൂർത്തിയാക്കിയില്ല, ഉംറയും ചെയ്തില്ല. അന്ന് രാത്രിക്ക് രാത്രി 500 ആളുകളെയും കൊണ്ട് തുർക്കിയിലേക്ക് കടന്നു. തുർക്കിയിലും ലക്ഷ്യമാക്കി കടന്നു കളഞ്ഞു. ജബലത്ത് ബുനൈഹം വതനസ്വറ. അവിടെ ചെന്ന അദ്ദേഹം ഇസ്ലാം അടിച്ചു മാറ്റുകയും അതിനു പകരം കുരിശുമാല അണിയുകയും ചെയ്ത് ക്രിസ്ത്യാനിയായി മാറിയ ആളാണ് നസ്രാനികളുടെ രാജാവായിരുന്ന ജബലത്ത് ബുനൈഹം. എന്തിനാണിത്? താൻ ആക്രമിച്ച ആളോടൊന്ന് പൊരുത്തപ്പെടിക്കാനുള്ള മനസ്സില്ലാതെ, പൊരുത്തപ്പെടിച്ചില്ലെങ്കിൽ പ്രതികാരമെടുക്കുമെന്ന് പറഞ്ഞപ്പോ ഞാനും ഒരു സാധാ പ്രജയും ഒരുപോലെയാണോ എന്ന് അഹങ്കാരത്തോടെ ചോദിക്കുകയും ഒരടി കിട്ടുമോ എന്ന ഒരൊറ്റ കാരണത്താൽ ഇസ്ലാം വിട്ടേ ചോടിപ്പോയ ജബലത്ത് ബുനൈഹം. അങ്ങനെ ആവല്ലേ? ഉറച്ചു നിൽക്കുന്നു. പ്രേമമാകുമ്പോഴേക്കും തന്നെ പ്രേമിക്കുന്ന ആളിന്റെ മതം ഇസ്ലാമല്ലെങ്കിൽ ആ മതത്തിലേക്ക് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് പ്രേമത്തിന് വേണ്ടി ഇസ്ലാം ത്യാഗം ചെയ്യുന്ന, ഇസ്ലാം ബലിയർപ്പിച്ചു കളയുന്ന എത്രയോ ദൗർഭാഗ്യവതിമാർ, ആണുങ്ങളും പെണ്ണുങ്ങളും ദൗർഭാഗ്യവാന്മാർ. കാമുകിക്ക് വേണ്ടി മതം മാറുന്നവരില്ലേ? കാമുകന് വേണ്ടി മതം മാറുന്നവരില്ലേ? മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി തങ്ങളൊക്കെ ഉദ്ധരിച്ച ഇബ്നു അബ്ദുറഹീം റോമക്കാരുമായുള്ള യുദ്ധത്തിൽ ഒരു പെണ്ണിനെ കണ്ടപ്പോഴാണ് ഇസ്ലാം അഴിച്ചു മാറ്റി ക്രിസ്ത്യാനിയുടെ മാലയണിഞ്ഞത് ഇബ്നു അബ്ദുറഹീം. ആധുനികരായ കാമുകന്മാർക്ക് മാതൃകയായ ഇബ്നു അബ്ദുറഹീം ഇസ്ലാം എന്ന് പുറത്തുപോയത് ഒരു പെണ്ണിനെ പ്രേമിച്ചപ്പോഴാണ്. റോമക്കാരുമായി യുദ്ധത്തിന് പോയ സമയമാണത്. വർഷങ്ങൾക്ക് ശേഷം ആ വഴിക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോ സ്വഹാബിമാർ, താബിഈങ്ങൾ ചിന്തിച്ചു, നമ്മുടെ കൂടെ വന്ന ഇബ്നു അബ്ദുറഹീം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. റോമക്കാരുടെ കോട്ടക്കുള്ളിലാണ്. അവർ വിളിച്ചു ചോദിച്ചു, ഞങ്ങളുടെ നാട്ടുകാരനും മുസ്ലിമുമായിരുന്ന ഇബ്നു അബ്ദുറഹീം നിങ്ങളിലുണ്ടോ? നിങ്ങളൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് പ്രേമിച്ചുകൂടിയ ഇബ്നു അബ്ദുറഹീം? ഉണ്ട്. ഒന്ന് വിളിക്കാമോ? കോട്ടയുടെ മീതെ ഒരു ജനലിലൂടെ ഇങ്ങനെ താഴേക്കുന്നു. ഇബ്നു അബ്ദുറഹീം, മാദാ ഫഅൽത ബിൽ ഖുർആൻ? ഇബ്നു അബ്ദുറഹീമേ, ഖുർആൻ കൊണ്ട് നിനക്ക് എന്ത് കിട്ടി? ഹാഫിളായിരുന്നു, ഹാഫിളുൽ കിതാബില്ലാ, ഖുർആൻ ഹാഫിളാക്കിയ ആളാണ്. പക്ഷേ പ്രേമത്തിൽ കുടുങ്ങിപ്പോയി, ഇസ്ലാം അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. എന്ത് ചെയ്തു? മാദാ ഫഅൽത, എന്തേ ചെയ്തത്? ഹാഫിളായതിന് ശേഷം എന്തേ നിനക്ക് സംഭവിച്ചത്? ആ സമയം ഇബ്നു അബ്ദുറഹീം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഉൻസീതുഹാ, ഖുർആൻ മുഴുവനും ഞാൻ മറന്നുപോയി, എനിക്ക് ഓർമ്മയില്ല. ഒന്ന് മാത്രം ഓർമ്മയുണ്ട്. റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. ഇസ്ലാം വിട്ടുപോകുന്ന ആളുകൾക്ക് ഒരു നേരം ഓർമ്മ വരും, പരലോകത്ത് ഒരു ഓർമ്മ വരും. ലൗ കാനൂ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ. അവിശ്വാസികൾ കൊതിച്ചു പോകുന്ന ഒരു നേരം വരാനുണ്ട്. റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. അവിശ്വാസി കൊതിച്ചു പോകുമത്രേ, ഞാനൊരു മുസ്ലിമായിരുന്നെങ്കിലെന്ന്. അങ്ങനെ ഒരു ആയത്തല്ലാതെ ഖുർആനിലെ എല്ലാ ആയത്തുകളും അല്ലാഹു മറപ്പിച്ചു കളഞ്ഞു. ഈ ഒരു ആയത്ത് മാത്രമേ ഓർമ്മ ഉള്ളത്. ആ ആയത്ത് തന്നെ നോക്കണം. അയാൾ പറയാൻ, എനിക്ക് ഇതല്ലാതെ ഹിഫ്ള് ചെയ്തിരുന്ന ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്ന ഞാൻ, ഈ ഒരു ആയത്തല്ലാതെ മറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. പരലോകത്ത് ഓർക്കുമ്പോൾ മുസ്ലിം ആവണമെന്ന് കൊതിച്ചു പോകും അവിശ്വാസികൾ എന്ന് പറയുന്ന ആയത്ത്. എന്നിട്ട് ഇയാൾ മുസ്ലിമായോ? ഇല്ല. എന്തേ? പ്രേമിച്ചു, പ്രേമത്തിൽ തലകറങ്ങിപ്പോയി. അങ്ങനെ എത്ര കുടുംബങ്ങൾ നശിച്ചു പോയതുണ്ട്. എത്ര മാന്യമായ ജോലി ഉണ്ടായിരുന്നവർ, മാന്യമായ അന്തസ്സുള്ള ജീവിതമുണ്ടായിരുന്നവർ, അഭിമാനമുണ്ടായിരുന്നവർ, വിജ്ഞാനവും തലയെടുപ്പും ഉണ്ടായിരുന്നവർ, പെണ്ണിന്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനത്തെ പെണ്ണുങ്ങൾ ആണിന്റെ പേരിൽ എല്ലാ സൗഭാഗ്യങ്ങളും കളഞ്ഞു കുളിച്ച എത്ര ആളുകളുണ്ട്. ഇങ്ങനെ വക്കത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ആവല്ലേ, ഉറച്ചു നിൽക്കണേ എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദ്ഖുലൂ ഫിസ്സിൽമി
കാഫ. ഇസ്ലാമിലേക്ക് മുഴുവൻ അങ്ങ് കയറി വരിൻ. എന്ത് ചെയ്യരുത്, ഒരു കാലം ഉള്ളിൽ ഒരു കാലം പുറത്ത്, അങ്ങനെയല്ല, രണ്ടു കാലം അകത്തേക്ക് വെക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ എന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്നാണ് ഇനിയുള്ള നമ്മുടെ ചർച്ച. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്നുകൂടെ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഉറച്ച വിശ്വാസവും ഉറച്ച ആദർശവുമുള്ളവരായി നമുക്ക് മാറാൻ കഴിയുന്നത്? എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിൽ ആദ്യത്തേത് അത്തഖറുബ് ഇലല്ലാഹി ബിമാ യുഹിബ്ബ് എന്ന് പറയും. അള്ളാഹുവിന് എന്തൊക്കെ ഇഷ്ടമാണോ അത് ചെയ്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക. وما تقرب إلي عبدي بشيء أحب إلي مما افترضته عليه. അള്ളാഹു നിർബന്ധമാക്കിയ ഫർള് നിസ്കാരം, ഫർളായ നോമ്പ്, സകാത്ത്, ഹജ്ജ് തുടങ്ങി അള്ളാഹു നിർബന്ധമാക്കിയത് ഒരാൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് അടുക്കുന്ന പോലെ മറ്റൊന്നുകൊണ്ടും അടുക്കാൻ കഴിയില്ല. എന്നാൽ ഫർള് കഴിഞ്ഞാൽ പിന്നെ സുന്നത്തുകൾ അള്ളാഹുവിന്റെ ഹുബ്ബ് കിട്ടാൻ കാരണമാണ്. ولا يزال عبدي يتقرب إلي بالنوافل حتى أحبه. ഫർള് നിർവഹിക്കുമ്പോൾ നമ്മൾ അള്ളാഹു നിർദ്ദേശിച്ച ഒരു കർമ്മം, അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശം നമ്മൾ അംഗീകരിച്ചു, നമ്മൾ പ്രാവർത്തികമാക്കി. പക്ഷെ അള്ളാഹുവിന്റെ ആ ഒരു പ്രത്യേകമായ സ്നേഹം നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? സുന്നത്ത് നിസ്കരിക്കുമ്പോഴാണ്. സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവരെ സ്നേഹിക്കുമെന്ന് അല്ലാഹു ജല്ല ജലാലു. അള്ളാഹു സ്നേഹിക്കുന്നു. സുന്നത്ത് നിസ്കരിച്ചാലേ. ഇപ്പൊ ഫർള് കഴിഞ്ഞ് എഴുന്നേറ്റ് ഓടുന്നവരെ ആ സ്നേഹം കിട്ടൂല. ഓക്കെ, ഓൻ വന്നു പോയിരുന്നു, ഉമ്മാന്റെ അടുത്ത് വന്ന് കുറെ നേരം ഇരുന്നു, ഉമ്മാനൊക്കെ ഒന്ന് തലോടി, ഉമ്മാക്ക് എന്തെങ്കിലും വേണോ, മരുന്ന് വേണോ, ഉമ്മാക്ക് എന്താ കുടിക്കാൻ വെള്ളം എടുത്ത് തരണോ, ഉമ്മാനൊന്ന് തലോലിച്ച് കുറച്ചു നേരമൊക്കെ ഇരുന്ന്. മറ്റേത് ഉമ്മാനെ കണ്ടു നോക്കി ഒറ്റ സെക്കൻഡ് കണ്ടുകൂടി, അത് ഫർള്. സുന്നത്ത് കുറച്ചു നേരം ഇരുന്ന് ഉമ്മാക്കൊരു ആശ്വാസക്കാട്, ഉമ്മ ഞാൻ പോയിക്കോട്ടെ, പോയിക്കോ മോനെ, മോന്താരുന്നാ മതി, ശരി. അത് ആ ഒരു പ്രത്യേകതയുണ്ട്. സുന്നത്ത് കൊണ്ടാണ് കൂടുതൽ അടുക്കാൻ പറ്റുക. സുന്നത്ത് നിർവഹിക്കണം. മൻ സ്വല്ലാ ലില്ലാഹി 12 റകഅതൻ തതവ്വുആ, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി 12 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു ദിവസം, ഫിൽ യൗമി വൽ ലൈല, രാവിലും പകലിലുമായി 12 റകഅത്ത് സുന്നത്ത്, ബനല്ലാഹു ലഹു ബിഹിന്ന ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗലോകത്ത് അതിനു പകരം അല്ലാഹു ഒരു കൊട്ടാരം പണിയുമെന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് സുന്നത്ത് എന്നറിയോ? റകഅതൈനി ഖബ്ലൽ ഫജ്ർ, സുബ്ഹിയുടെ മുമ്പുള്ള 2 റകഅത്ത് സുന്നത്ത്. സുബ്ഹി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് 2 റകഅത്ത് സുന്നത്തുണ്ട്. അത് വഅർബഅൻ ഖബ്ലൽ ദുഹ്രി, ദുഹർ നിസ്കാരത്തിന്റെ മുമ്പുള്ള 4 റകഅത്ത് സുന്നത്ത്. വറകഅതൈനി ബഅദഹാ, ദുഹർ കഴിഞ്ഞിട്ട് 2 റകഅത്തും. എത്രയായി? 8 ആയി. സുബ്ഹിന്റെ മുമ്പ് 2, ദുഹറിന്റെ മുമ്പ് 4, ദുഹറിന്റെ ശേഷം 2, 8 ആയില്ലേ? മൊത്തം 12 ആണ്. അസറിന്റെ മുമ്പ് ശേഷം നബി തങ്ങൾ പറഞ്ഞില്ല. ഈ ഹദീസിൽ, വേറെ ഹദീസിലുണ്ട് അസറിന് മുമ്പ് 4 റകഅത്ത് സുന്നത്തുണ്ടെന്നൊക്കെ ഉണ്ട്. വറകഅതൈനി ബഅദൽ മഗ്രിബി, മഗ്രിബിന്റെ ശേഷമുള്ള 2 റകഅത്തും. വറകഅതൈനി ബഅദൽ ഇശാ, ഇശാ കഴിഞ്ഞിട്ട് 2 റകഅത്ത് സുന്നത്ത്. അപ്പൊ എത്രയായി? 12 ആയി. ഈ 12 ഒരു മനുഷ്യൻ കൊണ്ട് നടക്കുകയാണെങ്കിൽ സ്വർഗ്ഗലോകത്ത് അല്ലാഹു അവർക്ക് വീട് പണിയുമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീടുണ്ടെങ്കിൽ ആ വീട് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ അവിടെ വന്ന് പാർക്കുന്ന, അതിനർത്ഥം. അല്ല, വീട് അവിടെ ഉണ്ട്, ഗൾഫിലൊക്കെ വീടുണ്ടാക്കണമാതിരി നാട്ടിൽ വരണ്ട്, അവിടെ ഡബിൾ കട്ടിലും ട്രിപ്പിൾ കട്ടിലിന്റെ അടിയിലാണ് കിടക്കണത്, അങ്ങനെയല്ല. ഇവിടെ വീടുണ്ട്, അല്ലാഹു തആല അവിടെ പാർപ്പിക്കുന്ന. അപ്പൊ സ്വർഗ്ഗലോകത്ത് ഒരു വീട് നൽകുകയും ആ വീട്ടിൽ താമസിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുകയും ചെയ്യാൻ അല്ലാഹുവിന്റെ ഹബീബ് 12 സുന്നത്ത് റകഅത്തുകളെ പറ്റി പറഞ്ഞു. പറ്റുന്നവര് ചെയ്യാം. യാത്രയിലാണോ മറ്റേ പറ്റില്ല എന്ന് വരും, നാട്ടിലുള്ള ആളുകളാണ്, തൗഫീഖ് ഉണ്ട്, സമയമുണ്ട്, ചെയ്തോളി. അള്ളാഹുവിന്റെ ഹുബ്ബ് കിട്ടും, റബ്ബിനോട് ഇങ്ങനെ അടുക്കാൻ പറ്റും, സ്നേഹം വരും. ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവർ കേൾക്കുന്ന കാത് ഞാനായി മാറും.
വബസറഹുല്ലദീ യുബ്സിറു ബിഹി, കാണുന്ന കണ്ണ് ഞാനായി മാറും. വയദഹുല്ലതീ യബ്തിഷു ബിഹാ, തൊടുന്ന കൈ, പിടിക്കുന്ന കൈ ഞാനായി മാറും. വരിജ്ലഹുല്ലതീ യംശീ ബിഹാ, അല്ലാഹു പറയാണ്, ഖുദ്സിയായ ഹദീസാണിത്. അവര് നടക്കുന്ന കാല് ഞാനായി മാറും. വലഇൻ സഅലനീ ലഉതിയന്ന, എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. വലഇൻ ഇസ്തആദനീ ലഉഈദന്ന, എന്നോട് കാവൽ ചോദിച്ചാൽ ഞാൻ അവർക്ക് കാവൽ നൽകുക തന്നെ ചെയ്യും. ദുആഇന് ഉത്തരമുണ്ടാകുന്ന അവസ്ഥ വരും സുന്നത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ. അവര് മന്ത്രിച്ചൂതിയ ഫലം ഉണ്ടാവും. ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. അല്ലാഹുവിനോട് സുന്നത്ത് കൊണ്ട് ഇങ്ങനെ അടുത്താൽ കാണുന്ന കണ്ണ് ഞാനാവും, കേൾക്കുന്ന കാത് ഞാനാവും എന്ന് അല്ലാഹു പറഞ്ഞാൽ ദിവ്യമായ ചില അള്ളാഹുവിന്റെ പ്രത്യേകമായ ചില ഇടപെടലുകൾ അതിനുള്ളിലൂടെ നടക്കുന്നത് കാണാൻ കഴിയും. അവർക്കിങ്ങനെ കൽബിലേക്ക് ഇങ്ങനെ നോക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകത ഉണ്ട്.